നമസ്കാരം, ജിതയാണ്. നമ്മൾ ഓരോരുത്തരും പല വീടുകളിലും എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനായിട്ട് പോകാറുണ്ട്. റിലേറ്റീവ്സിൻ്റെ അടുത്തോ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ പരിചയക്കാരുടെ അടുത്തോ ഒക്കെ പോകേണ്ടതായിട്ടുള്ള വരാറുണ്ട്. അങ്ങനെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഓരോരുത്തരുടെ പെരുമാറ്റം നമുക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നും. എനിക്ക് അനുഭവം ഉണ്ടായ ഒരു കാര്യമാണ്. റിലേറ്റീവാണ്, ഒരു വീട്ടിൽ എനിക്ക് പോകേണ്ടതായിട്ട് വന്നു. അങ്ങേരുടെ ഭാര്യയും മോളും ഒക്കെ ആ വീട്ടിലുള്ളതാണ്. ആ വീട്ടിൽ ഞങ്ങൾ ചെന്നിട്ട് ആ സിറ്റ് ഔട്ടിൽ ഇരുന്നതല്ലാണ്ട് ഒന്നകത്തേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ അവിടുത്തെ സ്ത്രീ ഒന്ന് വന്ന് നമ്മളൊന്ന് വിഷ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. അറ്റ്ലീസ്റ്റ് ഒന്ന് ഇരിക്കാൻ പറയുക, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കട്ടെ എന്ന് ചോദിക്കുക, വെള്ളം കുടിച്ചതാണോ എന്ന് ചോദിക്കുക. അതൊക്കെയല്ലേ ഒരു മര്യാദ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ആ വീട്ടിൽ ഒരു 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ അവരുടെ സ്വത്തടിച്ചിട്ട് പോരുമോ? എന്താ ഉദ്ദേശം? മാന്യമായിട്ട് പെരുമാറാനായിട്ട് പഠിക്കുക. വിദ്യാഭ്യാസം കൊണ്ട് കിട്ടുന്നതല്ലത്. അതിനൊക്കെ എന്താ പറയുക, വകതിരിവെന്നോ സംസ്കാരം അറിയില്ല, എങ്ങനെയാണ് ആൾക്കാരോട് പെരുമാറേണ്ടതെന്നറിയില്ലാത്തൊരവസ്ഥ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മാനദണ്ഡമല്ല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒന്ന് സംസാരിക്കാനായിട്ട് ഇറങ്ങി വരിക. അത് ചിലപ്പോൾ പുരുഷജനങ്ങൾക്ക് ചിലപ്പം അതുകൊണ്ട് ഒരു ഇഷ്ടക്കേടും ഉണ്ടാവില്ല. കാരണം ചിലപ്പോൾ അവർ വിളിച്ച് അകത്തേക്ക് ഇരുന്നോളാൻ പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള സ്ത്രീജനം വന്ന് നമ്മൾ വിഷ് ചെയ്തില്ലെങ്കിൽ അവർ നാണിച്ചു പോകില്ലേ? ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, വാതോരാതെ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളായിരിക്കും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അവർ മൊബൈലിൽ നോക്കി വേറെ വീഡിയോയോ അവർ പറയുന്നത് ശ്രദ്ധിക്കാതെ മൊബൈലിൽ സ്ക്രോൾ ചെയ്ത് കാഴ്ചകൾ കണ്ട് രസിക്കുന്നു, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതെന്ത് മര്യാദയാണ്? അങ്ങനെയാണോ വേണ്ടത്? നല്ലൊരു ലിസണർ ആവുക എന്നുള്ളത്, ഒരാൾ പറയുന്നത് കേൾക്കുക എന്നുള്ളത് നല്ലൊരു സ്വഭാവം. ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടും, എൻ്റെ ടെൻഷൻ കുറയും എന്നുള്ള വിചാരിക്കുന്ന കാര്യമോ ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ പറയുന്നത്. ആ സമയത്ത് നമ്മൾ അവരെ കെയർ ചെയ്തിരിക്കുമ്പോൾ ഭയങ്കര അത് ബോറായിരിക്കും, ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോളുക, നമ്മളോടായിട്ട് ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വേറെ പണിക്ക് പോകാതിരിക്കുക. അവർ പറയുന്നത് കേൾക്കുക, അവരെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതാരും ആയിക്കോട്ടെ, കേൾക്കാനായിട്ട് ഒന്ന് മെനക്കെടുക. അവർക്ക് വേണ്ട ഒരു അഡ്വൈസും കൊടുക്കുക. അവർ വളരെ ഹാപ്പിയാവും. മറ്റുള്ളവരെ കേൾക്കുമ്പോൾ നമ്മൾക്കും ക്ഷമാശീലം വർദ്ധിക്കുകയാണ്. അത്ര നേരം നമ്മൾ അവരെ കെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കണം. പിന്നീട് ഒരു കാര്യം, വളരെ കാര്യമായിട്ട് നമ്മൾ പരിചയപ്പെട്ടു സംസാരിച്ചു, നമ്മൾ ഈ പരിചയം വെച്ച് ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെച്ച് ഒരു ഉത്സവപ്പറമ്പിലോ കല്യാണത്തിനോ ഒക്കെ നമ്മളിവിടെ കാണുമ്പോഴത്തേക്കും നമ്മൾ വളരെ കാര്യമായിട്ട് ഇരിക്കുകയും അവരെ വിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. പക്ഷേ അവർ നമ്മളെ മൈൻഡ് ചെയ്യില്ല. അങ്ങനെയുള്ളൊരവസ്ഥ വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? ചമ്മിപ്പോകുന്നൊക്കെ പറയില്ലേ, ആ ഒരവസ്ഥയും ചിലർക്കെങ്കിലൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. നമ്മൾ വളരെ കാര്യം ഇല്ലുമ്പോൾ നമ്മളെ മൈൻഡ് ചെയ്യില്ല. അങ്ങനെയൊന്നും ചെയ്യരുത്. മൊബൈൽ യുഗം, കമ്പ്യൂട്ടർ യുഗം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ചില സ്വഭാവ വിശേഷങ്ങൾക്കിടയിൽ നിന്ന് ആൾക്കാർക്ക് പുറത്തേക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറയണം, അല്ലെങ്കിൽ സജഷൻസ് പറയണം. ഒരു പ്രവൃത്തി നല്ലതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്ത് കുറവാണ് നമ്മൾക്ക് വരുന്നത്? നന്നായിട്ടുണ്ട് കേട്ടോ. അവരതിൽ നിന്ന് അവർക്ക് അത് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്ര നാളും ചെയ്ത ഹാർഡ് വർക്ക്, ആ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഒരു അപ്രീസിയേഷനിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതല്ല. അപ്പോൾ ആ ഒരു കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ എല്ലാവരോടും പെരുമാറുന്ന രീതിക്കൊക്കെ നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷേ അതറിയാത്തവർ പഠിക്കണം. പിന്നെ ഒരു കാര്യം, നമുക്ക് ഇതിനൊക്കെ താല്പര്യം ഉണ്ടെങ്കിലല്ലേ അത് കേൾക്കാനും അനുസരിക്കാനും അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാനും പറ്റുള്ളൂ. അവർക്ക് ആരുടെയും സഹായം വേണ്ട എന്നുള്ളൊരു ചിന്താഗതിയാണെങ്കിൽ എല്ലാം അവിടെ തീർന്നു, അല്ലേ? അപ്പോൾ പിന്നെ അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെയാണെങ്കിൽ നമ്മളെക്കുറിച്ച് ഓർത്തിരിക്കാനായിട്ട് അവിടെ ആൾക്കാരോടൊക്കെ എന്ത് സ്നേഹമായിട്ട് പെരുമാറിയിരുന്നു, ഈ ഒരു കാര്യം മാത്രമാണ് നമ്മൾക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കുകയുള്ളൂ. അല്ലാതെ എന്താ, എല്ലാം നശിച്ചു പോവില്ലേ? നമ്മളുടെ വീട്ടിലേക്ക് ഒരാൾ വന്നു കഴിയുമ്പോൾ നമ്മൾ മാനേഴ്സ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എനിക്ക് ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളിൽ അവർ മടി കൂടാതെ ഒന്ന് അഭിനന്ദിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഓരോ വ്യക്തിയെയും കേൾക്കാനായിട്ട് ശ്രമിക്കുന്ന വഴി നമ്മളെക്കുറിച്ചുള്ള അവരുടെ ഇംപ്രഷൻ കൂടുകയോ ചെയ്യുകയുള്ളൂ.